विधिना पतिव्रत कौरवजननीं गान्धारीं स्वयंवरवन्धत 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 विधिना पतिव्रत कौरवजननीं गान्धारीं कुरुक्षेत्रमध्यं बहिर्नेत्रभावं मातृदुःखं तीक्ष्णं कृष्णसारं कुरुक्षेत्रमध्यं बहिर्नेत्रभावं मातृदुःखं तीक्ष्णं कृष्णसारं आदिदुःखदीनम् आदिचण्डरूक्षं हृदयवेदकम् ईदृश्यम् आदिदुःखदीनम् आदिचण्डरूक्षं हृदयवेदकम् ईदृश्यम् Bye.
തുണയും ശാപം മാതൃതാപം ധർമ്മപുത്രം തുണയും ശാപം മാതൃതാപം ധർമ്മപുത്രം തുണയും ശാപം മാതൃതാപം ധർമ്മപുത്രം തുണയും గరి సని దని రమగరి సరి గమ గమ పదని గరి రిస సని నిధ దప గరి సని గరి సని దప సని దప గరి సని నిధ దప రిస ని దప సని దప మ గమ పదని గరి రిస సని గరి సని గరి శాపం మాతృతాపం ధర్మపుత్రం పునగం శాపం మాతృతాపం
ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി A+ നേടുന്ന SSLCക്കും +2-നും ഉള്ള വിദ്യാർത്ഥിക്കുള്ള APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഇവിടെ കൊടുക്കപ്പെടുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ പഠന രീതി പറ്റി നമുക്കറിയാം. രക്ഷാകർത്താക്കളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് ഇവിടെ. ഇന്ന് കേരള ഗവൺമെൻറ് ലഹരി വിരുദ്ധ ക്യാമ്പയിനായി നമ്മുടെ നാട്ടിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾക്കും അറിയാം. കാരണം ഇന്ന് വിദ്യാർത്ഥികൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, കുട്ടികൾ, അത് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളോ ഇല്ലാതെ തന്നെ ലഹരിക്ക് അടിമയാകുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവടക്കം ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥികൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്ന് ചോദിക്കാൻ പോലും രക്ഷകർത്താക്കൾക്ക് ബുദ്ധിമുട്ടുള്ള അവസരമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിക്കാൻ രക്ഷകർത്താക്കൾക്ക് ബുദ്ധിമുട്ടായ കാലഘട്ടമാണ്. രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ എവിടേക്കാണ് പോകുന്നത് പോലും രക്ഷകർത്താക്കൾക്ക് സമയം കണ്ടെത്താത്ത കാലത്തേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമുക്കൊരു പോംവഴി ഉണ്ടാകണം, ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകണം. വിദ്യാർത്ഥികളെ നമ്മൾ നേർവഴി ഒഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ട അറിവ് കൊടുക്കുന്നതുകൊണ്ട് സമൂഹത്തിലെ ജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ്. വീടുകളിൽ, നമ്മളൊക്കെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഈ തുടങ്ങേണ്ടത്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും തിരക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിലെ രക്ഷാകർത്താക്കളാണ്. നമുക്കറിയാം, ഒരു വീട്ടിലെ അച്ഛനും അമ്മയും ജോലിയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും, മറ്റ് ചെറിയ കുടുംബമാണ്. അച്ഛനമ്മയും വരുമ്പം 6-7 മണിയൊക്കെ ആവും. മക്കളുടെ കാര്യം നോക്കുന്നതിന് ഇപ്പോൾ ഒരു പരിമിതി ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും വിദ്യാർത്ഥികൾ, ഒരുപാട് കേസുകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, നമുക്കെല്ലാം അറിയാം. ടെലിവിഷൻ ഓണാക്കിയാലും പത്രത്തിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ സമൂഹത്തിൽ നിന്ന് വ്യത്യാസമായി നിങ്ങളെ നേർവഴി കണക്കുന്നുണ്ട്. നിങ്ങൾ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ അവാർഡ്, ഈ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, കോവിഡിൻ്റെ കാലത്ത് ഞങ്ങൾ നിർത്തിവെച്ചിരുന്നതാണ്. ഇപ്പം ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഞങ്ങളുടെ സൊസൈറ്റി നിങ്ങളുടെ കഴിവ് അംഗീകരിച്ചുകൊണ്ട് അവാർഡുമായി മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാ വർഷവും തുറന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്കൊരു മുന്നോട്ടുള്ള പോക്കിന് ഒരു വഴികാട്ടിയായിരിക്കും. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം. +2 കുട്ടികളുണ്ട്, SLC കുട്ടികളുണ്ട്. നിങ്ങൾ ആ വിദ്യാഭ്യാസ മേഖലയിൽ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്കറിയാം. ഏത് മേഖലയാണ് നിങ്ങൾക്കറിയാം. ആ മേഖലയിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ ഉന്നതത്തിലേക്ക് എത്തണമെന്നാണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ ഈ സ്വാഗത പ്രസംഗം നടത്തുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ അനുമോദിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സന്നിഹിതനാണ്. 1 മണിക്കൂർ വൈകിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. കഴിഞ്ഞ 2 മാസമായി ഈ ചടങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘം നടത്തി വരികയായിരുന്നു. അദ്ദേഹം അവസാനമായി നൽകിയ ഡേറ്റാണ് ഈ 19-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തും തിരിച്ച് 5:30 മണിയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത്. 6 മണിക്ക് മുമ്പായി അദ്ദേഹം ഇവിടെ എത്തി. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ നിന്ന് മൊമെൻറ്റോ വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല എൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രസംഗത്തിനൊന്നും വലിയ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. പിന്നെ അദ്ദേഹം വരാൻ താമസിക്കും എന്നുള്ളത് കൊണ്ടാണ് 2 കലാപ്രതിഭകളുടെ ക്ലാസിക് ഡാൻസ് ഇവിടെ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കായംകുളം പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്ന കായംകുളം അർബൻ സഹകരണ സംഘം ഇന്ത്യയുടെ എക്കാലത്തെയും പ്രസിഡൻ്റായി സ്മരിക്കപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ പട്ടണത്തിലെ 44 വാർഡുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന
അവാർഡ് ചടങ്ങ് ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ കായംകുളം ബാറിലെ പ്രമുഖ അഭിഭാഷകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലയിലെ നേതാവുമായ അഡ്വക്കേറ്റ് അജികുമാറും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് ബഹുമാനായ ബാബുരാജ് സാറും മാത്രമാണ് ഈ ചടങ്ങിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം കോവിഡ് കാരണം ഈ ചടങ്ങ് നടത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പട്ടണത്തിലെ കുട്ടികളുടെ പഠന പുരോഗതിയിൽ കായംകുളം അർബൻ സഹകരണ സംഘത്തിൻ്റെ പങ്കാളിത്തവും അവരുടെ സംഘത്തിൻ്റെ സ്നേഹോപകാരങ്ങളും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ വളരെ വിശദമായി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 വർഷക്കാലമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവായി മാത്രമല്ല, ഭരണപക്ഷത്തിൻ്റെ തെറ്റായ പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നതോടൊപ്പം ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് നമ്മുടെ നാടിൻ്റെ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് സഹായകരമായ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷ ലീഡറായി ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീ വി ഡി സതീശനാണ് നമുക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കായംകുളം അർബൻ സംഘത്തിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എനിക്ക് ഒരു റിക്വസ്റ്റേ അദ്ദേഹത്തിനോടുള്ളായിരുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രസംഗമൊക്കെ നിർത്താം, ഞാൻ പ്രസംഗിക്കത്തില്ല. എല്ലാ കുട്ടികൾക്കും അദ്ദേഹം ഒരു മൊമെൻറ്റോ കൊടുക്കണം. നമ്മുടെ പ്രഗത്ഭനായ സിൻഡിക്കേറ്റ് മെമ്പർ അജികുമാറിനും നമ്മുടെ പ്രഗത്ഭനായ ബാബുരാജ് സാറിനും ഉൾപ്പെടെ മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ബാങ്കിൻ്റെ ഏറ്റവും മികച്ച സഹകാരികളെയും പട്ടണത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഈ ചടങ്ങിൽ അനുമോദിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മൊമെൻറ്റോ നേരിട്ട് കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ റിക്വസ്റ്റ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കൾ, ഞാൻ എൻ്റെ ശബ്ദം ശരിയല്ല, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ആണ് പറയുന്നത്. ഞാൻ അരമണിക്കൂർ വൈകിയാണ് വന്നത്. ഞാൻ വല്ലാതെ വിഷമിച്ചാണ് അരമണിക്കൂർ വൈകി വന്നത്. അത്ര ബ്ലോക്കായിരുന്നു. ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ 5 മിനിറ്റ് പോലും വൈകാതെ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് വന്നപ്പോൾ സമാധാനമായി. ഒരു ഡാൻസ് ചെയ്യാൻ പൂർണ്ണമായി കണ്ടു. വളരെ മനോഹരമായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വരാൻ വൈകിയത് നിങ്ങൾ സഹിച്ച് കാണും, ക്ഷമിച്ച് കാണും. അവരോടാണ് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ അവാർഡാണ് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രകാശഗോപുരമാണ് APJ അബ്ദുൽ കലാം സാഹിബ്. ഞാൻ വ്യക്തിപരമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. 10 വർഷം മുമ്പ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഞാൻ നടത്തുന്ന സയൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശാസ്ത്രയാൻ എന്നുള്ളൊരു പദ്ധതി അദ്ദേഹം നേരിട്ട് വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് ബന്ധങ്ങൾ അവസാനം വരെ അദ്ദേഹവുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന ഒരാളാണ്. നമുക്കൊരു പ്രചോദനവും മുന്നോട്ട് പോകാനുള്ളൊരു ഇൻസ്പിറേഷനുമായിരുന്നു APJ. ഞാനതിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെ ഒരു താഴ്ന്ന നിലയിൽ വന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയ, ലോകം മുഴുവൻ ആദരിക്കുന്ന വലിയൊരു മനുഷ്യൻ്റെ പേരിലുള്ള അവാർഡുകൾ നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം, നിങ്ങളുടെ ചുമലുകൾക്ക് കൂടുതൽ ഭാരം വർദ്ധിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ SSLCക്കും +2നും മികച്ച മാർക്ക് വാങ്ങിയവർക്കുള്ള അവാർഡുകൾ കൊടുക്കുന്നത് കൂടാതെ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയ 19ഓളം പേര് ഇവിടെ ആദരിക്കപ്പെടുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല, ഈ നാടിൻ്റെ കൂടെ സ്വപ്നമാണ്, നാടിൻ്റെ പ്രതീക്ഷയാണ്. നാട്ടിലെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളാണ് നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് ബാങ്ക് ഇതുപോലെ നിങ്ങളെ വിളിച്ച് ആദരിക്കുകയാണ്. ആദരിക്കുമ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങളിലേക്ക് ചവിട്ടിക്കയറാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൂടിയാണ്. അപ്പോൾ നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം.
നമ്മുടെ ലക്ഷ്യങ്ങളിലെത്തണം. നമ്മൾ ഇന്നിപ്പോൾ സംസ്ഥാനത്ത് കുറേ പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഓസ്ട്രേലിയയിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, ജർമ്മനി പോകുന്നു, UK പോകുന്നു. ഞാൻ അതിനൊന്നും എതിരായിട്ടുള്ള ആളല്ല. നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലത്ത് കുട്ടികൾ പോകണം. അങ്ങനെ കുട്ടികൾ പോകാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങണം. നമുക്കതിനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ലോകത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും. അത്രമാത്രം ഒരു പ്രബുദ്ധതയുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ അത്തരം അവസരങ്ങളെല്ലാം നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കളഞ്ഞു കുളിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു വിഷയത്തോട് താല്പര്യം ഉണ്ടാവും, പാഷനേറ്റ് ആയിരിക്കും ആ വിഷയത്തിൽ. നിങ്ങൾ തീരുമാനിക്കണം ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആ വിഷയം പഠിക്കാൻ പറ്റാവുന്ന എവിടെയാണെന്ന് അന്വേഷിക്കണം. ഇപ്പോൾ 1, 2, 3 ലോകത്തിൽ എവിടെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം. അവിടെ പോയി പഠിക്കാൻ തീരുമാനിക്കണം. ലോകത്ത് എവിടെയാണ്. നമുക്കറിയാം, നമുക്ക് ഓരോ വിഷയങ്ങളിനോട് ഓരോ താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ MBBS പാസ്സായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന്. ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ? എനിക്ക് MBA ഉണ്ട്. MBAക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഏത് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ്സായത്? ലോ ഉണ്ട്. ഏത് ലോ സ്കൂളിൽ നിന്നാണ് പാസ്സായത്? അപ്പോൾ പാസ്സായ ഡിഗ്രി മാത്രമല്ല, പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വളരെ പ്രധാനമായി പരിഗണിക്കുന്ന ഒരു സമയമാണ്. അത്രമാത്രം മത്സരങ്ങൾ നടക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെടും. നമ്മളിപ്പോൾ ക്ലീഷേ വന്നൊരു വാക്കാണ് നോളജ് എക്സ്പ്ലോഷൻ, അല്ലേ? വിജ്ഞാന വിസ്ഫോടനം. അല്ല, പൊട്ടിത്തെറിക്കുകയാണോ? അല്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കിക്കൊണ്ട് ഓരോ വിഷയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുകയാണ്. ലോകം മുഴുവൻ ഓരോ മിനിറ്റിലും പുതിയ ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുക. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ പഠിച്ച സിലബസ് ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അത്രമാത്രമാണ് നോളജ് ഓരോ രംഗത്തും ഉണ്ടാകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഹരാരെ എന്നുള്ള എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? ഹോമോസാപ്പിയൻസ്. അത് കേട്ട് കാണും. അത് എഴുതിയ ആളാണ്. ഹോമോസാപ്പിയൻസ് എഴുതിയ ആളാണ് ഹരാരെ, നോവൽ ഹരാരെ, ജൂവിഷ് റൈറ്ററാണ്. അദ്ദേഹം പിന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹോമോ ഡിയോസ് എഴുതിയിട്ടുണ്ട്. 21st century 21 ലെസൺസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അദ്ദേഹം മെഡിക്കൽ സയൻസിനെ കുറിച്ച് മാത്രം പറയുന്നുണ്ട് ഒരു കാര്യം. അദ്ദേഹം ചോദിക്കുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു? ലൈഫ് എക്സ്പെക്റ്റൻസി 40 വയസ്സ്. ഇപ്പം എത്രയായി? ഇരട്ടിയായി. 78-80 എന്താ കാര്യം? വൈദ്യശാസ്ത്രത്തിലുണ്ടായ വളർച്ചയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചൊരു നെഞ്ചുവേദനയായിരുന്നെന്ന് പറയും, അല്ലേ? ഇപ്പം നെഞ്ചുവേദന വന്നാൽ ECG എടുക്കാം, എക്കോ കാർഡിയോഗ്രാം എടുക്കാം, ട്രെഡ്മില്ലിൽ ഓടാം, പിന്നെ ആൻജിയോഗ്രാം ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ബൈപ്പാസ് സർജറി ചെയ്യുക, 4ാമത്തെ ദിവസം എഴുന്നേറ്റ് ജോലിക്ക് പോവാം, ഇല്ലേ? ഇത്രയും വളർന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് ഈ നൂറ്റാണ്ടിലേക്ക് ഇരട്ടിയായി ആയുസ്സായെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. 160 വയസ്സിനും 180 വയസ്സിനിടയിലാണ് മനുഷ്യൻ്റെ ആയുസ് പറയും. പലരും വിചാരിക്കുന്ന അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. എന്താ പറയണത്? അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു അസുഖം വന്നാൽ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോകും, കൺഫ്യൂഷനാവും. അതിലൊരു നല്ല ഹോമിയോ ഉണ്ട്, അവിടെ പോയാൽ മതി. വേറൊരാൾ പറയും അവിടെ ഒരു അലോപ്പതി ഉണ്ട്, അവിടെ ഒരു ആയുർവേദമുണ്ട്, അല്ലേ പറയും വയനാട് ഒരു ഒറ്റമൂലി ഉണ്ടെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കി കളയും ഒരു അസുഖം വന്ന്. ഇതൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് പോയി രോഗത്തിൻ്റെ സിംറ്റവും കാര്യങ്ങളൊക്കെ പറയും. ഇവൻ നമ്മളെ കാർ സ്കാൻ ചെയ്യുന്നത് പോലെ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും തനിക്ക് ഇതാണ് അസുഖം, ഡയഗ്നോസ് ചെയ്യും പെട്ടെന്ന്. എന്നിട്ട് അവൻ പറയും 10 മരുന്നുണ്ട് ഈ അസുഖത്തിന്, പക്ഷെ ഇത് തന്നാൽ തൻ്റെ കിഡ്നി അടിച്ചു പോകും, സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും. മറ്റു തന്നാൽ തൻ്റെ ലിവർ പോകും, തനിക്ക് പറ്റിയ മരുന്ന് ഇതാണ്, അതായത് കഴിച്ചോളാം. അപ്പോൾ അസുഖം വന്നാൽ കൃത്യമായ ഡയഗ്നോസ് ചെയ്യും, കൃത്യമായ മരുന്ന് തരും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയുടെ മെർജ് ചെയ്യും. നാനോ റോബോട്ട് ഉണ്ടാക്കും ചെറുതായിട്ട്.
കാണാൻ പറ്റില്ല ചിലപ്പോൾ. അത് നമ്മുടെ വെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. എന്നിട്ട് റിമോട്ട് കൺട്രോളിലൂടെ അവനിങ്ങനെ പോകും. കാണാൻ പോകുന്നത് പോയി ചെന്ന് ഹാർട്ടിൻ്റെ ആ ബ്ലോക്ക് മാറ്റും. നമ്മുടെ ശരീരത്തിൽ ക്യാൻസറസ് സെല്ലുകളുണ്ട്. അവൻ എല്ലാ സെല്ലും റിമൂവ് ചെയ്യും. ഒരു റേഡിയേഷനും വേണ്ട, ഒരു കീമോതെറാപ്പിയും വേണ്ട, മുടിയും കൊലിയില്ല, ഒമിറ്റും ചെയ്തതിൽ ഒരു കുഴപ്പമില്ല, അവൻ മാറ്റിത്തരും. പിന്നെ ഒരു ഗംഭീര കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. പ്രായമാവില്ല. ഈ അജികുമാറിനെ കണ്ടാൽ 125 വയസ്സായാലും ഇതുപോലെ തന്നെ സുന്ദരനായിട്ടിരിക്കും, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. എൻ്റെ പോലെ മുടി കൊലിയില്ല, തൊലി ചുളിയില്ല, പ്രായമാവില്ല. ഇപ്പം എല്ലാവരും തീരുമാനിച്ച് അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതിയാണ്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ, പലരുടെയും ശരീരത്തിൽ ഒരുപാട് ഫോറിൻ എലമെൻറ്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ജനിച്ചപ്പോൾ ഇല്ലാത്ത. കാറ്ററാക്റ്റിൻ്റെ സർജറി നടത്തി ലെൻസ് വെച്ചാൽ ജനിച്ചപ്പോൾ ഉള്ളതല്ല, ആണോ? ചിലർ പേസ് മേക്കർ വയ്ക്കും. പേസ് മേക്കർ ഈസ് എ ഫോറിൻ എലമെൻറ്റ്, ശരീരത്തിലുള്ളതല്ല. സ്റ്റെൻഡ് ഇടും, ആണോ? കൈയും കാലും ഒടിഞ്ഞാൽ റോഡ് ഇടും. ഇതൊക്കെ ഇപ്പം തന്നെ ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കൂടും. അതായത് ഹാർട്ട് മോശമായാൽ വേറൊരാളുടെ ഹാർട്ടൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ. ഞാൻ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിലൊരു ചെറുപ്പക്കാരനായ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടറുണ്ട്. അദ്ദേഹം UK പോയി ഒരുപാട് പഠിച്ചു വന്ന മിടുക്കനായ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ലിവറിൻ്റെ റിസർച്ച് കഴിഞ്ഞു. ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ 1-2 വർഷത്തിനകം ആർട്ടിഫിഷ്യൽ ലിവർ വരാൻ പോവാം. അത്ര മാറ്റമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ 125 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോൾ ഉള്ളതൊന്നും ബോഡിയിൽ കാണില്ല. പക്ഷേ മനുഷ്യൻ രോഗം കൊണ്ട് മരിക്കില്ല, മനസ്സിലായോ? അപകടത്തിൽ മരിക്കാം, യുദ്ധം കൊണ്ട് മരിക്കാം. അപ്പോഴേക്കും മനുഷ്യൻ എന്തെങ്കിലും കണ്ടുപിടിക്കും തന്നെത്താൻ കൊല്ലാനുള്ള. അങ്ങനെ മരിക്കുള്ളൂ, അസുഖം കൊണ്ട് മരിക്കില്ല. അപ്പോൾ മനുഷ്യൻ അനശ്വരനാണ് എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇമ്മോർട്ടൽ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, അമോർട്ടൽ, അസുഖം കൊണ്ട് മരിക്കില്ല എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒറ്റ സബ്ജക്റ്റിൽ വൈദ്യശാസ്ത്രത്തിൽ വരാൻ പോകുന്ന മാറ്റമാണ്, നോളജ് എക്സ്പ്ലോഷനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ സബ്ജക്റ്റ് എടുത്താൽ അത്ഭുതകരമായ മാറ്റമാണ്. എഞ്ചിനീയറിങ്ങൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഞാനും മുഹമ്മദും കൂടി ഇരുന്ന് ആരെങ്കിലും കുറിച്ചൊരു പരദൂഷണം പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാലശേഷം അന്തരീക്ഷത്തിൽ നിന്ന് അത് പിടിച്ചെടുക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചത് പിടിച്ചെടുക്കാം. ജീവിച്ചിരുന്നപ്പോൾ യുവമാർ രണ്ടുപേരും കൂടി എൻ്റെ അപ്പനെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു എന്ന് ഒരു മകന് കണ്ടുപിടിക്കാം. ഞാനതയാളുടെ ഇപ്പോൾ ഭയങ്കര സൂക്ഷിച്ച പരദൂഷണം പറഞ്ഞു. സത്യത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അതായിരുന്നു. മനസ്സിന് സുഖം കിട്ടുന്നു, നമ്മൾ റിലാക്സ്ഡ് ആവുന്നത്. ആരെ ഉപദ്രവിക്കുന്ന കാര്യത്തിലല്ല, നിരുപദ്രവകരമായ പരദൂഷണങ്ങൾ പറയും. അതുപോലും നിവർത്തിയില്ലാതെ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സംസാരിച്ച കാര്യങ്ങൾ പോലും ഇതാരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ വിശ്വസിച്ചിരുന്ന ആരെങ്കിലും? നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഫോൺ ഇല്ല. അതുപോലെ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ രംഗത്തും ഉണ്ടായിരിക്കുക. ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതിനോടൊരു നമ്മൾ പാഷനേറ്റ് ആവണം. നിങ്ങൾ ക്രീമായിട്ടുള്ള കുട്ടികളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നന്നായി വായിക്കണം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒന്നുകിൽ മെഡിസിന് പോകണം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകണം. അല്ലാതെ പോകുന്നതിന് ഒന്നിനും കൊള്ളില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് സയൻസ് എടുത്ത് ആർട്സ് ഗ്രൂപ്പിലേക്ക് മാറി എനിക്ക് ലോ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപികമാർ കരഞ്ഞു. അതായത് ഇവ നശിക്കാൻ പോകാന്നുള്ള മട്ടിലാണ് ലോ കോളേജിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞു. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം ഏത് സബ്ജക്റ്റാണ് മോശം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കണം. സയൻസ് എടുത്താലും മെഡിസിന് പോകണതും എഞ്ചിനീയറിങ്ങിനും പോകണമെന്നും മോശമൊന്നുമല്ല, നല്ല മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി MBA എടുത്താൽ എന്താ മോശം? നല്ല ലോ സ്കൂളിൽ പോയിട്ട് LLB എടുത്താൽ എന്താ മോശം? ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. ലാംഗ്വേജ് എടുക്കാം. നല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇന്ന് ഇന്ത്യയിലുണ്ട്, ലോകത്തെ പല സ്ഥലത്തുമുണ്ട്. ഏത് സബ്ജക്റ്റിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ പോവാം. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇത് എന്തിനത് പഠിക്കും. പാനിപ്പട്ടി യുദ്ധം നടന്നത് ഈ വർഷമാണ്.
പ്ലാസി യുദ്ധം നടന്നത് ഈ വർഷമാണ്. കാണാതെ പഠിക്കണം, എന്തിനാ പഠിക്കണമെന്ന്. പിന്നീട് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, ഹിസ്റ്ററി പഠിക്കുന്നത്, ഗതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത്, ഭാവിയിലേക്കുള്ള നമ്മുടെ ചുവടുകൾ ഉറപ്പിക്കാനും ആ അറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കുന്നത്. ലോക ചരിത്ര സംഗ്രഹം. പ്രോസാണത്, ഗദ്യമാണ്, പക്ഷെ എനിക്ക് കവിത പോലെയാണ് ഞാൻ വായിച്ചത്. ഒറ്റ എഴുപ്പിലാണ് വായിച്ചു തീർത്തത്. അപ്പോഴാണ് എനിക്ക് ഹിസ്റ്ററി പഠിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ വലിയ ഹിസ്റ്ററിയുടെ വായനക്കാരനാണ്. അപ്പം നമുക്ക് ഒരു സബ്ജക്റ്റും ഇല്ല. അന്ന് എനിക്ക് ഏറ്റവും സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മളെ ഏത് സബ്ജക്റ്റും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലർക്ക് അതിനൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും ചില സബ്ജക്റ്റുകളോ. അപ്പോൾ അതിനോട് കൂടുതൽ നന്നായി വലിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, നന്നായി വായിക്കണം. വായിക്കുമ്പോൾ ഉള്ള പ്രത്യേകത, നമുക്ക് ശ്രേഷ്ഠമായ ആശയങ്ങളുണ്ടാവും, ശ്രേഷ്ഠമായ ചിന്തകൾ നമുക്കുണ്ടാവും. അതോടൊപ്പം നല്ല വൊക്കാബുലറി ഉണ്ടാവും. നമുക്ക് ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യൽ മാത്രമല്ല, ഒരു 1-to-1 ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ചെന്നിരുന്നാൽ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഫേസ് ചെയ്താൽ, നമുക്ക് ഏറ്റവും നല്ല വാക്കുകളിലൂടെ ഏറ്റവും ഭംഗിയായി നമ്മുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ലീഡർമാരാകണം എന്നാണ്, എന്നുവെച്ചാൽ MLA MP ആകണമെന്നല്ല. എല്ലാവരും അത് ഇഷ്ടമുള്ളവർ അതിൽ പോകട്ടെ. ഈ രാഷ്ട്രീയത്തിൽ മാത്രം പോരാ, നേതാക്കളെ എല്ലാ സെക്ടറിലും വേണം, എല്ലാ സ്ഥലത്തും ലീഡർഷിപ്പ് വേണം. നിങ്ങൾ ഡോക്ടറായാലും എൻജിനീയറായാലും കച്ചവടക്കാരനായാലും അഭിഭാഷകനായാലും ആരായാലും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ചുറ്റുപാടുകളെ നോക്കിക്കാണാൻ, പെട്ടെന്ന് കാര്യങ്ങൾ വിലയിരുത്താൻ, തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ, ആ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ വായിക്കണം, ചുറ്റുപാടുകളെക്കുറിച്ച് അറിയണം, കാര്യങ്ങൾ അസസ് ചെയ്യണം. അപ്പോൾ പത്രങ്ങൾ വായിക്കുമ്പോൾ, ന്യൂസ് കാണുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരു അനാലിസിസ് വേണം. സ്വന്തമായി ഒരു വിഷയം വന്നാൽ ആ വിഷയത്തെ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്. വാർത്തകളെല്ലാം ഫീഡ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വളരെ പേടിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ അപ്പം തന്നെ ഗൂഗിളിൽ നോക്കി അവിടെ ഇരുന്ന് അടുത്ത ആളോട് പറയും, ഇയാൾ പറയണം മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്, ഇയാൾക്കൊരു വിവരമില്ലാന്ന് പറയും. സൂക്ഷിച്ച് പറയേണ്ട കാലമാണ്. അധ്യാപകർ, എൻ്റെ സിസ്റ്റർ അധ്യാപികയാണ്. അപ്പോൾ കോവിഡിൻ്റെ കാലത്ത് ഓൺലൈൻ വരും. ഇവളെന്നോട് പറയും, ഭയങ്കര ടെൻഷനായി. എന്തായി? ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തൊട്ടടുത്ത് ഈ കുട്ടിയുടെ ഫാദർ അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ തീർന്ന് കഥ. അതുകൊണ്ട് കുറേ കൂടി കെയർഫുള്ളായിട്ട് പഠിക്കണം. കുട്ടികളോട് പറയുമ്പോഴാണ്, കുട്ടികൾ ഇൻഫർമേഷൻ ഈസ് ഓൺ അവർ ഫിംഗർ ടിപ്പ്. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും, ഇല്ലേ? ഏത് കാര്യങ്ങളും എടുക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗിക്കണം. ഒരു പുതിയ കാലമാണ്, പുതിയ കാലത്തിൻ്റെ ഒരു പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗം, അല്ലേ? അതിനോടൊപ്പം നമ്മൾ പോകാൻ പറ്റണം. നമ്മൾ 25 വർഷമോ 50 വർഷമോ നമ്മൾ പുറയിലേക്ക് പോകരുത്. പുതിയ കാലത്തെക്കുറിച്ച് ചിന്തിക്കണം, പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, പുതിയ വാക്കുകൾ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളുടേതായ ഒരു വൊക്കാബുലറി ഉണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ച ടേമുണ്ട്, ഇല്ലേ? ഞാൻ എൻ്റെ മകളോട് നിരന്തരമായ ആശയവിനിമയം നടത്തും. മകളുടെ കൂട്ടുകാരോട്, ആ പ്രായത്തിലുള്ളവരോട്, സ്നേഹം കൊണ്ട് മാത്രമല്ല. എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവർ സംസാരിക്കുന്നത്, പുതിയ തലമുറ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ജനറേഷൻ ഗ്യാപ്പായിരിക്കും. ഞാനും എൻ്റെ പിതാവും തമ്മിൽ ഉണ്ടായ ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കില്ല, ഇനി വലിയ അകൽച്ച വരും. അത്ര വലിയ വേഗതയിലാണ് ഈ അറിവിൻ്റെ ലോകം വികസിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രൊപ്പോഷണലായിട്ടുണ്ടാകുന്ന ഒരു സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് നമ്മുടെ കാലത്തുണ്ടാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുക. ഇന്ത്യ ലോകത്തിൻ്റെ ഏറ്റവും മുകളിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്താ കാര്യം? എന്താണ് അതിൻ്റെ പ്രതീക്ഷ? അതായത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് ഇന്ത്യയിൽ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് ജനസംഖ്യ കുറയ്ക്കണം, ജനസംഖ്യ നിയന്ത്രണം വേണം, അതിപ്പോഴും വേണം. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡെമോഗ്രഫി അറിയാമല്ല, പോപ്പുലേഷൻ സ്റ്റഡീസാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൊണ്ട് നമ്മുടെ രാജ്യത്തിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത പോലെ 65% യുവത്വമാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരുടെ അല്ല,
ജനറലി എല്ലാവരെയും ഞാൻ പറയില്ല, അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ ക്ഷീണമാണ്. എല്ലാവരെയും അല്ല, ഔട്ട്പുട്ട് നോർമലി കുറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളിലും അധ്യാപകരെ റിട്ടയർ ചെയ്യാൻ സമ്മതിക്കില്ല. അധ്യാപകരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെത്താൻ തീരുമാനിക്കുമ്പോൾ റിട്ടയർ ചെയ്താൽ മതിയെന്നാണ്. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മുടെ ഇവിടെ അധ്യാപകരോട് അവർ ഡോക്ടറേറ്റ് എടുക്കുന്നത് UGC നിബന്ധനയുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ UGC സ്കെയിൽ കിട്ടില്ല. അവരവിടെ UGC സ്കെയിലിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ഒരു തീസിസ് സബ്മിറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അതേ സബ്ജക്റ്റിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വേറൊരു തീസിസ് കൊടുക്കും. ആ സബ്ജക്റ്റ് അവർ പഠിച്ച് നന്നായി പോകും. 56 or 60 വയസ്സാകുമ്പോൾ അവരെ ആ സബ്ജക്റ്റിലെ അതോറിറ്റിയാണ്. അപ്പോൾ സ്റ്റേറ്റ് തീരുമാനിക്കും, ഗവൺമെൻറ്. അവരപ്പോൾ റിട്ടയർ ചെയ്താൽ ആർക്കാണ് നഷ്ടം? സ്റ്റേറ്റിനാണ് നഷ്ടം, അല്ലേ? അവരുടെ അറിവ് വെറുതെ പോകും. അപ്പോൾ സ്റ്റേറ്റ് പറയും നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതരം പഠിപ്പിക്കാവുന്നതരം. അപ്പം നിങ്ങൾക്ക് വയ്യാതാവുമ്പോൾ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വയ്യാതാവുമ്പോൾ നിങ്ങൾ വോളണ്ടറി ആയിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്യുക എന്ന് പറയും. അപ്പോൾ അറിവ് നേടിയുള്ള നിരന്തരമായ അന്വേഷണമാണ് ജീവിതം. അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ജോലി കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് പാഷനേറ്റ് ആവുക എന്നാണ് സബ്ജക്റ്റിനോട്. അതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. അപ്പോൾ പ്രതീക്ഷയാണ്, ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് നിങ്ങളല്ല ഇരിക്കുന്നവർ. രാജ്യവും നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഭാവിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അതനുസരിച്ചുള്ള മാറ്റം വരും, അടുത്ത ജനറേഷനിൽ അത് മാറ്റം വരും, നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അതിൻ്റെ ചേഞ്ച് വരും. എങ്ങനെയാണ് സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് ഉണ്ടാവണം? പഠിച്ചിട്ടാണ് ഉണ്ടാവണം, അല്ലേ? പഠിച്ചുണ്ടാകുന്ന മാറ്റമാണ്. ആ കുടുംബത്തിലും ആ സമൂഹത്തിലും ഒരു പ്രദേശത്ത് നിന്ന് കൂടുതൽ കുട്ടികൾ പഠിച്ച് നല്ല നിലയിലെത്തിയാൽ ആ പ്രദേശത്തിൽ മാറ്റം ഉണ്ടാവും. ഈ സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ സോഷ്യൽ ഇക്കണോമിക് ചേഞ്ച്, അല്ലേ? അതുകൂടി കണക്കാക്കണം. അപ്പോൾ വിശാലമായ ലക്ഷ്യങ്ങളോടുകൂടി വലിയ കൺസെപ്റ്റോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ കുറച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ദീർഘമായി പറഞ്ഞു പോയത് നിങ്ങളെ കുട്ടികളെ കണ്ടുകൊണ്ടാണ്. നിയന്ത്രിക്കാൻ ബ്രേക്ക് ഇടാൻ അറിയാതെ പോയി. അതിന് ഞാൻ ക്ഷമയോദിക്കുന്നു. എല്ലാവരും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഇവർക്ക് ഈ അവാർഡ് കൊടുത്തവരെ പ്രോത്സാഹിപ്പിച്ചതിന് എൻ്റെ സ്നേഹിതൻ മുഹമ്മദിനെയും ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, ഈ ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. സൂചിപ്പിക്കാറുണ്ട്, പക്ഷേ ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലെയോ കോടതി മുറികളിൽ വാദിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ കോടീശ്വരനായി മാറാൻ കഴിയുമായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ സർഗാത്മകത കൊടുത്ത ആളാണ് പ്രതിപക്ഷ നേതാവ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഒരിക്കൽ ഞങ്ങളൊക്കെ കാഷായ വസ്ത്രം ധരിക്കത്തില്ലെങ്കിലും സന്യാസി സമാനമായ ജീവിതം നയിച്ച ആളാണ് വെളിയം ഭാർഗവൻ. അദ്ദേഹം ഒരിക്കലൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ രാഷ്ട്രീയത്തിൽ ഗുണപരമായിട്ടുള്ള ആളുകൾ പരമാവധി അങ്ങ് പിന്നോട്ട് മാറുകയാണ്, ഏറ്റവും വേസ്റ്റായിട്ടുള്ള ആളുകൾ ഡംപ് ചെയ്യുകയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയത്തിൻ്റെ ഗുണനിലവാരത്തിൽ കുറവ് സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെയൊക്കെ ഉള്ളവരാണ് ഒരു പ്രതീക്ഷയുടെ ഒരു നന്മ മരമാണ് രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയ അതീതം ഞാൻ പറയും നന്മ മരമാണ്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട യു മുഹമ്മദും പുഷ്പാസും ഒക്കെ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവരും അങ്ങനെയാണ്. ഒരു 10 വർഷത്തോളം മുനിസിപ്പൽ കൗൺസിലർമാരായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം വലിയ എതിർപ്പുള്ളപ്പോൾ ഒരു കാര്യത്തിൽ യോജിപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ മെഴുകുതിരി സ്വയം ഉരുകിത്തീരുന്ന പൊതുപ്രവർത്തകർ 5 പൈസ അഴിമതി കാണിക്കരുത്. ബഹുമാനപ്പെട്ട യു മുഹമ്മദും പുഷ്പാസും ഉദാത്തമായ മാതൃകയായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നാടിൻ്റെ വികസനത്തിൽ വേറിട്ട കാഴ്ചപ്പാട് വേണം, വ്യതിരക്തമായ വഴികളിലൂടെ സഞ്ചരിക്കണം. ആ കാര്യങ്ങൾ അവരോടെല്ലാം വലിയ ആദരവുണ്ട്, അതിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. ഞാൻ ആലോചിക്കുന്നു, രാഷ്ട്രീയമായി വലിയ എതിർക്കുന്ന എന്നെ എന്തിനു വിളിച്ചു എന്ന് പല പ്രാവശ്യം എന്നോട് തന്നെ സ്വയം ചോദിച്ചു പോയി. പക്ഷേ അതിൻ്റെ കാര്യത ഞാൻ മനസ്സിലാക്കുന്നത്, രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ യോജിപ്പിൻ്റെ ചില തലങ്ങൾ, ചില മേഖലകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ 1 for each, each for all എന്നാണ്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി മഹത്തായ ഒരു ആശയമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സഹകരണ പ്രസ്ഥാനങ്ങൾ വല്ലാത്ത വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കിപ്പോൾ പലപ്പോഴും വിദേശ ബാങ്കുകളോട് വല്ലാത്ത പ്രേമമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് കവർന്ന് അവിടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് ഘടനയിൽ ചാക്രിയമായ ഒരു പ്രവർത്തനം സമ്പത്തിൻ്റെ ഉണ്ടാവുന്നില്ല.
ഞാൻ വിശദാംശങ്ങളും അധികം പറഞ്ഞു പോകുന്നില്ല. LIC പണം സ്വരൂപിച്ചാൽ കൃഷിക്ക്, ജലസേചനത്തിന്, നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയും നമ്മുടെ പണം കൊണ്ട്. പക്ഷേ വിദേശ ബാങ്കാണ് അത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കായംകുളം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനടക്കം ഒട്ടേറെ കാര്യങ്ങൾ പാവപ്പെട്ട മനുഷ്യൻ്റെ, സാധാരണ മനുഷ്യൻ്റെ പ്രാഥമികമായ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കൂടുതൽ കഴിയും. അത് ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ ഇവിടെ അനുമോദിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു പ്രചോദനമാകട്ടെ, അവർക്ക് ഒരു ഇന്ധനമാവട്ടെ. മഹാനായ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വാഭാവികമായും അദ്ദേഹം ഒരു വിശ്വ പൗരനാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ആഴത്തിലുള്ളൊരു പ്രസംഗം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിക്കഴിഞ്ഞ് ഞാൻ പോകുന്നില്ല. രാമേശ്വരത്തെ ഏറ്റവും നിർദ്ധനമായ ഒരു കുടുംബത്തിൽ പിറന്നു വീണ ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്തിന് ന്യൂസ് പേപ്പർ കൊണ്ട് വിതരണം ചെയ്ത ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. എല്ലാ പ്രതിസന്ധികളോടും വല്ലാതെ പോരാടി മല്ലടിച്ച് ജീവിത വിജയം നേടി വിശ്വപൗരത്വത്തിലേക്ക് ഉയർന്നയാളാണ് APJ അബ്ദുൽ കലാം. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സർവീസ് സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു പരിപാടി സംഘടിപ്പിക്കുവാനും ആ പരിപാടിയിൽ പങ്കാളിയാകുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, കാർത്തികപ്പള്ളി താലൂക്ക് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ സഹകരണ മേഖലയിലെ സഹകരണ സംഘങ്ങൾ കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന താലൂക്കാണ്. ആ താലൂക്കിൽ തന്നെ കായംകുളം മേഖല എന്ന് പറയുന്നത് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. വളരെ കൂടുതൽ സഹകാരികളുള്ളതും സഹകരണ സംഘങ്ങളുള്ളതുമായ ഒരു പ്രദേശമാണ് കായംകുളം എന്ന് പറയുന്നത്. ആ കാർത്തികപ്പള്ളി താലൂക്കിലെ ഏക അർബൻ സഹകരണ സംഘമാണ് നമ്മുടെ ഈ 1155 കായംകുളം അർബൻ സഹകരണ സംഘം. ഈ സംഘത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവരും നേരിട്ട് അനുഭവസ്ഥരായിരിക്കും. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഗവൺമെൻറ് അഥവാ സഹകരണ വകുപ്പ് ഏൽപ്പിക്കുന്ന ഏതൊരു പരിപാടിയും അത് വളരെ സശ്രദ്ധത്തോടുകൂടി വളരെ കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കുന്നതിന് സദാ തയ്യാറായി നിന്നുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അഭിമാനമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ അർബൻ സംഘം. നമുക്കറിയാം, ഇവിടെ സിൻഡിക്കേറ്റ് അംഗം സൂചിപ്പിച്ചതുപോലെ സഹകരണ സംഘങ്ങളെക്കുറിച്ച് വളരെയധികം ആശങ്ക പലരും പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കാർത്തികപ്പള്ളി താലൂക്കിൽ സഹകരണ വകുപ്പ് സദാ ജാഗരൂകരായി നിന്നുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് സംഘങ്ങളെ യാതൊരുവിധ ചീത്തപ്പേരും കേൾപ്പിക്കാത്ത തരത്തിൽ, മറ്റ് മാർഗങ്ങളിലേക്ക് പോകാത്ത തരത്തിൽ നിയന്ത്രിക്കുവാൻ വളരെ ശക്തിയുക്തം പ്രയത്നിക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ വളരെ കൂടുതൽ വിജയം കൈവരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. പ്രത്യേകിച്ചും പറയുമ്പോൾ ഈ സഹകരണ സംഘങ്ങൾ കൊണ്ട് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാർത്തികപ്പള്ളി താലൂക്കിൽ നടന്നു വരുന്നത്. അതിനൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പിന്തുണയും പ്രോത്സാഹനവും ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 3-4 വർഷങ്ങളായിട്ട് ഏറ്റവും ആദരണീയനായ ആ മഹത് വ്യക്തിയുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു പേരിൽ കുട്ടികൾക്കായിട്ടുള്ള അവാർഡ് ഏർപ്പെടുത്തി അത് നടത്തി വരുന്നു. അതിൽ ഈ ഒരു ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. അബ്ദുൽ കലാം സാറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കുട്ടികളെന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിരുന്നു. ഏതൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനേക്കാളും ഏതൊരു പദ്ധതി ഏറ്റെടുക്കുന്നതിനേക്കാളും അദ്ദേഹം കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത് കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുന്നതിനാണ്. കുട്ടികളിലായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ചിരുന്നത്. ഞങ്ങളുടെ സംഘത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി ഞങ്ങളുടെ ഒരു മികച്ച സഹകാരിയായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഞങ്ങളുടെ സംഘം പ്രവർത്തിക്കുന്ന പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു മികച്ച സഹകാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വം. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മാസ്റ്റർ ഭവിൽ രാജ്. ക്രാഫ്റ്റ് വർക്കിലും മറ്റും എക്സലൻ്റ് പെർഫോമൻസ് നടത്തിയ ഈ ചെറുപ്രായത്തിൽ തന്നെ പെർഫോമൻസ് നടത്തിയ ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന് ആ മകനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ജസ്ന. BSc ജിയോഗ്രഫിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ ജസ്ന CS വേണ്ടി മാതാവ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. അടുത്തതായി മൂസ മിർഹാൻ സിയാദ്. ക്ലാറ്റ് 2022 എക്സാമിൽ എക്സലൻ്റ് പെർഫോമൻസ് നടത്തുകയും NUALS കൊച്ചിയിൽ അഡ്മിഷൻ വാങ്ങിച്ചിപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്ത മുഹമ്മദ് റസീൻ. JEE 2022 എക്സാമിനേഷനിൽ എക്സലൻസ് പെർഫോമൻസ് കോഴിക്കോട്ടിൽ അഡ്മിഷൻ
എടുത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിനെയും ക്ഷണിക്കുകയാണ്. സഫ സെയ്ദ്, ഫർസാന എസ്, ഫർസാന, അജ്മി സാബു, അജ്മി സാബു, തസ്ലിന സി എസ്, തസ്ലിന സി എസ്, ആദിത്യൻ ആർ, ആദിത്യൻ ആർ, എൽന സൂസൻ ബിനു, എൽന സൂസൻ ബിനു, ശ്രീനിവാസ് പ്രസാദ് പ്രഭു, ശ്രീനിവാസ് പ്രസാദ് പ്രഭു, ഹരിഷ്മ ടി, ഹരിഷ്മ ടി, മുഹസിന ഷംസ്, മുഹസിന ഷംസ്, സൽമ ബി മുഹമ്മദ്, സൽമ ബി മുഹമ്മദ്, ഹരിപ്രിയ ആർ, ഹരിപ്രിയ ആർ, വൈഷ്ണവി കൃഷ്ണൻ, വൈഷ്ണവി കൃഷ്ണൻ, റാം മോഹൻ കെ, റാം മോഹൻ കെ, പ്രണവ് എസ് കുമാർ, പ്രണവ് എസ് കുമാർ, സരിയ, സരിയ ആർ, സേനബുൾ ആസിയ, സേനബുൾ ആസിയ, അലിൻ മേരി, അലിൻ മേരി, ഫെബിന അഹമ്മദ്, ഫെബിന അഹമ്മദ്, അപർണ ശശി, അപർണ ശശി, റിനു തോമസ് കെ, റിനു തോമസ് കെ, അഖിൽ യു, അഖിൽ യു, ഹരികൃഷ്ണൻ ആർ, ഹരികൃഷ്ണൻ ആർ, ഋഷികേശ് പി പ്രഭു, ഋഷികേശ് പി പ്രഭു, ആർഷ എസ് പ്രസന്നൻ, ആർഷ എസ് പ്രസന്നൻ, ആർഷ എസ് പ്രസന്നൻ, പ്രിയ ആനി ഉമ്മൻ, പ്രിയ ആനി ഉമ്മൻ, നന്ദന ബി എസ്, നന്ദന ബി എസ്, സാവന്ത് സഞ്ജു, സാവന്ത് സഞ്ജു, ബിലാൽ എം, ബിലാൽ എം, റോബിൻ സാം റജി, റോബിൻ സാം റജി, ആലിയ ഹുസൈൻ, ആലിയ ഹുസൈൻ, ദിയ സാറ മാത്യു, ദിയ സാറ മാത്യു. അടുത്ത SSLCക്ക് ഫുൾ A+ കിട്ടിയവരുടെയാണ്. അഞ്ജലി എ വി, അത് അവിടെ ഇരിപ്പുണ്ട്. അഞ്ജലി എ വിയുടെ അവിടെ ഇരിപ്പുണ്ട്. +2 അഞ്ജലി എ വിയുടെ +2 അതെ. ഭദ്ര ബിനുലാൽ,
അഞ്ചിലേവ് അതല്ലേ? അഞ്ച് കറിക്കും. ഭദ്ര ബിനുലാൽ, ശ്രേയ സൂരജ്, ശ്രേയ സൂരജ്, ഭാഗ്യ ആർ ലക്ഷ്മി, ദേവു ജയേഷ്, ഇതിലഞ്ഞ് പറയണം, മുഹ്സിന സലീം, മുഹ്സിന സലീം, ഫാത്തിമത്തുൽ ഹാജറ, ഫാത്തിമത്തുൽ ഹാജറ, സഹീദ്, സഹീദ് എൻ, ഫാദിൽ പി, ഫാദിൽ, സെയ്ദ് ഉസ്മാൻ, ആഷ്ന ബഷീർ, അസീൽ മോൾ, പാർവതി വി എസ്, പാർവതി വി എസ് ഒന്നല്ലേ, സൽമ കബീർ, കെസിയ മേരി തോമസ്, കെസിയ മേരി തോമസ്, കാർത്തിക എസ്, കാർത്തിക എസ്, നന്ദന എസ്, നന്ദന എസ്, നന്ദന വരുന്നുണ്ട്, ഷെബിന കെ, ഷെബിന കെ, റൈസ സഹീദ്, റൈസ സഹീദ്, മുനീറ എസ്, മുനീറ എസ്, കൃപാബി മറിയ, മുനീറ, കൃപാബി മറിയ, അഞ്ജു എ, അഞ്ജു എ, സയന ബാബു, സയന ബാബു, സയന സാബു, ഹുദ ഫാത്തിമ, ഹുദ ഫാത്തിമ, രഹന സജി, രഹന സജി, ആരോമൽ എസ്, ആരോമൽ എസ്, അൽഫിയ എസ്, അൽഫിയ എസ്, മുഹമ്മദ് സുഫിയാൻ, മുഹമ്മദ് സുഫിയാൻ, അമാൻ എം നിസാർ, അമാൻ എം നിസാർ, ഹുസ്ന ഷംസ്, ഹുസ്ന ഷംസ്, ആർച്ച, ആർച്ച എസ്, ആർച്ച എസ്, ധനുഷ് എ ജി, ധനുഷ്, ഷിബിൻ റഹ്മാൻ, ഷിബിൻ റഹ്മാൻ, ആദിൽ രാജ്, ആദിൽ രാജ്, വിവേക് ഒ എസ്, വിവേക് ഒ എസ്, മേഘ സാറ ബിനോ, മേഘ സാറ ബിനോ, മുഹമ്മദ് നായിഫ്, മുഹമ്മദ് നായിഫ്, ആർച്ച എ, ആർച്ച എ,
ആബേൽ ജോൺ. ആബേൽ ജോൺ. അൻഷ എസ്. അൻഷ എസ്. അദിൻഷ എസ്. അദിൻഷ എസ്. പൃഥ്വിരാജ് ആർ. പൃഥ്വിരാജ്. ദേവനാരായണൻ എച്ച് എസ്. ദേവനാരായണൻ എച്ച് എസ്. ശ്രീലക്ഷ്മി എസ് പൈ. ശ്രീലക്ഷ്മി എസ് പൈ. ആഷ്ന ഹാഷിം. ആഷ്ന ഹാഷിം. ആയിഷ നസ്രിൻ. ആയിഷ നസ്രിൻ. അഞ്ജന എസ്. അഞ്ജന എസ്. സംഘത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ആർക്കെങ്കിലും അവാർഡ് കിട്ടാനുള്ളവരായിട്ടുണ്ടോ എങ്കിൽ അറിയിക്കണം. ക്ഷണിക്കപ്പെട്ടവരാരെങ്കിലും. ഇവിടെ ഫെസിലിറ്റേഷൻ നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ അജികുമാർ അവർക്ക് സംഘം വക ഒരു ഉപഹാരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നൽകുന്നു.